ഹായ്, നമ്മുടെ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ നമുക്കിങ്ങനെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കാം. അഥവാ നമ്മുടെ KYC എങ്ങനെ ചെയ്യാം എന്നതിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനാദ്യം നമ്മൾ നമ്മുടെ ഹൈറിച്ചിൻ്റെ സൈറ്റിലോട്ടൊക്കെ പോവുക. സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ കാണുന്ന MI അക്കൗണ്ട് അവിടെ പോവുക. MI അക്കൗണ്ടിൽ പോയാൽ നമ്മുടെ അക്കൗണ്ട് ഒരു വെൽക്കം, നമ്മുടെ പേര് ടു ഹൈറിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് സ്ഥലത്തിലൂടെ നമുക്ക് എന്താക്കുക, നമ്മുടെ പ്രൊഫൈലിലോട്ട് പോവുക, എഡിറ്റ് പ്രൊഫൈലിൽ പോവുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് ഇതില്ലേ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ID നമ്പർ കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ എന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൽ പോവും. അപ്പോൾ അങ്ങനെ പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് ഈ മുകളിലുള്ള ഈ ഓറഞ്ച് ബോക്സില്ലേ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക, വ്യൂ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പ്രൊഫൈൽ വന്നിട്ടുണ്ട്. നമ്മുടെ പേര് ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ പ്രൊഫൈൽ എന്താ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റ് പ്രൊഫൈലിൽ കിട്ടി എഡിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ബാങ്ക് ഡീറ്റെയിലാണ് കൊടുക്കേണ്ടത്. അതിന് നമ്മൾ ഈ KYC എന്നുള്ളടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ KYC എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ബാങ്കിൻ്റെ നെയിം ഇവിടെ കൊടുക്കുക. ബാങ്ക് ഫെഡറൽ ബാങ്ക് എന്ന ഫെഡറൽ, കാനറ എന്ന കാനറ, പിന്നെ നമ്മുടെ ബ്രാഞ്ച് നിങ്ങൾ എവിടെയാണോ എന്ന് വെച്ചാൽ ആ ബ്രാഞ്ച് കൊടുക്കുക. ഏത് സ്ഥലത്തുള്ള ബാങ്കാന്ന് വെച്ചാൽ, പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറൊക്കെ കറക്റ്റ് കൊടുക്കണം. പിന്നെ IFSC കോഡ്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, ഇതൊക്കെ ക്ലിയർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇവിടെ ക്ലിക്ക് ചെയ്താൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ നമ്മുടെ പാസ്ബുക്കിൻ്റെ ഫ്രണ്ട് പേജിട്ട് ഒരു ഫോട്ടോ ഇവിടെ ആഡ് ചെയ്യാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കള്ളിയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഫോട്ടോ നമ്മൾ ഗാലറിയിൽ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കാണുന്ന അവിടെ ചൂസ് ഫയൽ എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനുണ്ട്, ഫയലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ഗാലറി പോയിട്ട് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് അതെന്താക്കുക, ഞാനിപ്പം ഫോട്ടോ എടുക്കുന്നില്ല, ഇവിടെ എവിടെയായിട്ട് സേവ് ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കണം കേട്ടോ. നമ്മൾ ഓരോന്ന് ഫില്ല് ചെയ്യുമ്പോൾ അത് സേവ് ചെയ്ത് വെക്കണം. സേവ് ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മുടെ പാൻ കാർഡിൻ്റെ ഇതിൽ 3 കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായി ചെയ്യുമ്പോൾ ഫസ്റ്റ് പാൻ കാർഡ് നമ്പർ ഇവിടെ കൊടുക്കുക. ഒന്നിൽ അതിന് ശേഷം പാൻ കാർഡിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ ഗാലറിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത ഗാലറിയിലോട്ടേക്ക് പോകും. ഫ്രണ്ട് പേജ് തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവിടെ സേവ് ചെയ്യുക. പിന്നെ അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആധാറിൻ്റെ ഫോട്ടോ പറഞ്ഞതുപോലെ, എന്നിട്ട് അതും ഇവിടെ സേവ് അഡ്രസ് പ്രൂഫ് ഡീറ്റെയിൽ എന്ന് പറയുന്നിടത്ത് സേവ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഏകദേശം 48 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഈ ബാങ്ക് ഡീറ്റെയിലൊക്കെ ഇതിൽ ഓക്കെ ആയിക്കോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്.